ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ എക്കാലത്തും പരീക്ഷണങ്ങൾക്കും യുവതാരങ്ങൾക്കും പ്രാധാന്യം നൽകിയിട്ടുള്ള ടീമാണ് രാജസ്ഥാൻ. എന്നാൽ 2026 സീസൺ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പുതിയ സീസൺ മാത്രമല്ല, മറിച്ച് ടീമിന്റെ അടിത്തറ തന്നെ മാറുന്ന ഒരു പരിവർത്തന കാലഘട്ടമാണ്. മലയാളി താരം സഞ്ജു എന്ന നായകന്റെയും ബാറ്റിംഗ് നെടുന്തൂണിന്റെയും അഭാവം ടീമിനെ എങ്ങനെ ബാധിക്കുമെന്ന ചർച്ചകൾക്കിടെയാണ് ഞെട്ടിക്കുന്ന പുതിയ സൈനിങ്ങുകളുമായി റോയൽസ് വാർത്തകളിൽ നിറയുന്നത്. സഞ്ജു സാംസൺ ടീം വിട്ടതോടെ രാജസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പക്വതയുള്ള ഒരു നായകനെ കണ്ടെത്തുക എന്നതാണ്. നിലവിലെ സൂചനകൾ പ്രകാരം 2 പേരാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. വർഷങ്ങളായി റോയൽസ് വളർത്തിയെടുത്ത താരം, കഴിഞ്ഞ സീസണുകളിൽ ബാറ്റിംഗിൽ മികച്ച ഫോം കണ്ടെത്തിയ പരാഗ്, ടീമിന്റെ സംസ്കാരം കൃത്യമായി അറിയാവുന്ന വ്യക്തിയാണ്. യുവത്വത്തിന്റെ ആവേശം ആക്രമണപരമായി പരാഗിനെ മുൻനിരയിലെത്തിക്കുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ താരമായിരുന്ന ജഡേജയെ ടീമിൽ എത്തിച്ചത് റോയൽസിന്റെ മാസ്റ്റർ പ്ലാനായി കരുതപ്പെടുന്നു. അനുഭവ സമ്പത്തും സമ്മർദ്ദഘട്ടങ്ങളിൽ കളി നിയന്ത്രിക്കാനുള്ള കഴിവും ജഡേജയെ നായക സ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യനാക്കുന്നു. ബാറ്റിംഗിൽ റോയൽസ് ഇത്തവണ സ്വീകരിച്ചിരിക്കുന്നത് തികച്ചും ആക്രമണപരമായ ശൈലിയാണ്. നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഇടംകൈയ്യൻ ഓപ്പണർമാരിൽ ഒരാൾ. ആദ്യ പന്ത് മുതൽ ബൗണ്ടറി നേടാനുള്ള ജയ്സ്വാളിന്റെ കഴിവ് പവർ പ്ലേയിൽ റോയൽസിന് വലിയ മുൻതൂക്കം നൽകും. കൗമാരപ്രായത്തിൽ തന്നെ ബാറ്റിംഗ് സെൻസേഷനായി മാറിയ വൈഭവ് ജയ്സ്വാളിനൊപ്പം ചേരുമ്പോൾ അത് IPLലെ ഏറ്റവും അപകടകാരിയായ ഇടംകൈയ്യൻ ഓപ്പണിംഗ് ജോഡിയായി മാറും. 15 വയസ്സിനുള്ളിൽ തന്നെ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ ചുവടുറപ്പിച്ച വൈഭവിന്റെ സാന്നിധ്യം ടീമിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും. ടീമിന്റെ ബാറ്റിംഗ് നട്ടലായിരുന്ന സഞ്ജു 3-ാം നമ്പറിൽ ഒഴിഞ്ഞിട്ട സീറ്റ് നികത്തുക എളുപ്പമല്ല. അവിടെയാണ് ഇംഗ്ലീഷ് ഓൾറൗണ്ടർ സാം കറിന്റെ പ്രസക്തി. സാധാരണയായി ലോവർ ഓർഡറിൽ കളിക്കാറുള്ള താരത്തെ ഒരു പിച്ച് ഹിറ്റർ എന്ന നിലയിൽ 3-ാം നമ്പറിൽ പ്രൊമോട്ട് ചെയ്യാനാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. ഇടംകൈയ്യൻ ബാറ്റർ മുൻനിരയിൽ വരുന്നത് എതിർ ടീമിന്റെ സ്പിന്നർമാരുടെ താളം തെറ്റിക്കാൻ സഹായിക്കും. പന്തുകൊണ്ടും ബാറ്റുകൊണ്ടും ഒരുപോലെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന താരം സഞ്ജുവിനെ പോലെ കളി ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ കെൽപ്പുള്ള താരമാണ്. 4ഉം 5ഉം സ്ഥാനങ്ങളിൽ കളിക്കുന്ന റിയാൻ പരാഗും ധ്രുവ് ജുറയിലുമാണ് ഇന്നിംഗ്സിന്റെ വേഗത തീരുമാനിക്കുന്നത്. തന്റെ സ്വാഭാവികമായ ഹീറ്റിംഗ് ശൈലിക്ക് പുറമെ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനുള്ള പക്വത കൂടി പരാഗ് കൈവരിച്ചിട്ടുണ്ട്. ടീമിന്റെ വിക്കറ്റ് കീപ്പർ ബാധ്യതകൾക്കൊപ്പം സമ്മർദ്ദഘട്ടങ്ങളിൽ കൂളായി ബാറ്റ് ചെയ്യാൻ ജുറയിലിന് പ്രത്യേക കഴിവുമുണ്ട്. ഇന്ത്യൻ ടീമിലെ അരങ്ങേറ്റത്തോടെ ലഭിച്ച ആത്മവിശ്വാസം ജുറയിലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു. കൃത്യതയാർന്ന ബൗളിംഗിലൂടെ റൺസ് വിട്ടു നൽകാതിരിക്കാൻ ജഡേജയ്ക്ക് സാധിക്കും. കൂടാതെ 7-ാം നമ്പറിൽ ബാറ്റിംഗിലും വലിയ സംഭാവന നൽകാൻ അദ്ദേഹത്തിന് കഴിയും. ലോകത്തിലെ ഏറ്റവും മികച്ച വിക്കറ്റ് ടേക്കിംഗ് ലെഗ് സ്പിന്നർമാരിൽ ഒരാൾ. ഗൂഗിളുകൾ എറിയാനുള്ള ബിഷ്ണോയുടെ കഴിവ് മധ്യ ഓവറുകളിൽ നിർണായകമാകും. ജഡേജയും ബിഷ്ണോയും ചേരുന്നതോടെ ഏതു വലിയ ബാറ്റിംഗ് നിരയെയും കുരുക്കാൻ റോയൽസിന് സാധിക്കും. പേസ് ബൗളിംഗിൽ റോയൽസിന്റെ ഭക്തരുടെ ആവേശം ജോഫ്രെ ആർച്ചറുടെ സാന്നിധ്യമാണ്. ആർച്ചറുടെ വേഗതയും ബൗൺസറുകളും ഡെത്ത് ഓവറുകളിൽ ടീമിന് വലിയ മുതൽക്കൂട്ടാകും. ചെന്നൈയിൽ നിന്നും രാജസ്ഥാനിലെത്തിയ തുഷാർ പുതിയ പന്തിൽ വിക്കറ്റ് വീഴ്ത്താൻ മിടുക്കനാണ്. ആർച്ചർക്കൊപ്പം തുഷാർ ചേരുമ്പോൾ പേസ് ആക്രമണം സന്തുലിതമാകുന്നു. ഇമ്പാക്ട് പ്ലെയറായി സന്ദീപ് എത്തുന്നതോടെ ഡെത്ത് ഓവറുകളിലെ കൃത്യത വർദ്ധിക്കുന്നു. ക്രോസിം ഡെലിവറികളും സ്ലോവർ ബോളുകളും എറിയുന്നതിൽ സന്ദീപിനുള്ള പ്രാവണ്യം പ്രസിദ്ധമാണ്. എത്രയൊക്കെ മികച്ച ടീമാണെങ്കിലും ചില ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഷിംറോൺ ഹെഡ്മെയറും ഡൊണോവൻ ഫെരേരയും അസ്ഥിരമായ ഫോമിലുള്ളവരാണ്. ഇവർ പരാജയപ്പെട്ടാൽ ലോവർ ഓർഡർ തകരാൻ സാധ്യതയുണ്ട്. പ്രധാന താരങ്ങൾക്ക് പരിക്കേറ്റാൽ പകരം വെക്കാൻ അത്ര തന്നെ കരുത്തരായ ഇന്ത്യൻ താരങ്ങൾ ബെഞ്ചിൽ കുറവാണെന്നതും ഒരു പോരായ്മയാണ്. ഒരു മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നതിലുപരി സഞ്ജു നൽകിയിരുന്ന ആത്മവിശ്വാസം ടീമിന് നഷ്ടപ്പെടുന്നത് പ്രകടനത്തെ ബാധിക്കുമോ എന്നും കണ്ടറിയണം. രാജസ്ഥാൻ റോയൽസ് 2026 കളത്തിലിറങ്ങുന്നത് ഒരു ഓൾറൗണ്ട് കരുത്തുമായാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും ലോകോത്തര താരങ്ങളെ ഉൾപ്പെടുത്തിയ ടീം യുവത്വവും അനുഭവ സമ്പത്തും തമ്മിലുള്ള കൃത്യമായ ചേരുവയാണ്. സഞ്ജു ഇല്ലാത്ത ആദ്യ സീസണിൽ കിരീടം നേടുക എന്നത് പുതിയ നായകന്റെ അഭിമാന പ്രശ്നമായിരിക്കും. ജയ്സ്വാളിന്റെ ബാറ്റിംഗും ജഡേജയുടെ ഓൾറൗണ്ട് പ്രകടനവും ബിഷ്ണോയുടെ മാന്ത്രിക സ്പിന്നും ചേരുമ്പോൾ രാജസ്ഥാൻ റോയൽസ് 3-ാം കിരീടത്തിലേക്ക് കുതിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്.